പശ്ചാത്തലം 1757 മുതൽ പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പിടിമുറുക്കി. വ്യാപാരികളായി വന്നവർ ഭരണാധികാരികളായി മാറി. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ഭൂമി പിടിച്ചെടുക്കൽ, ഭാരമായ നികുതികൾ, സാമൂഹിക ഇടപെടലുകൾ, അസംതൃപ്തി പതുക്കെ വളർന്നു. രാജാക്കന്മാരും കർഷകരും സൈനികരും അസഹിഷ്ണുതരായി. രാജ്യം പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പൊട്ടിത്തെറി 1857 ഉണ്ടായത്? അതിന് സാമ്പത്തിക, രാഷ്ട്രീയ, ഭരണപര, സാമൂഹിക, മതപര, സൈനിക കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവ പരിശോധിക്കാം. സാമ്പത്തിക കാരണങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കോളനി വ്യവസ്ഥ ഇന്ത്യയുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർത്തു. കർഷകരുടെ സ്ഥിതി വളരെ മോശമായി. കനത്ത ഭൂനികുതി, അതും ക്ഷാമകാലത്തും ഈടാക്കി. പണമടക്കാൻ പണയക്കാരിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്നു. പലർക്കും ഭൂമി നഷ്ടമായി. അതിന്റെ ഫലമായി ഗ്രാമീണ കടബാധ്യത വർദ്ധിച്ചു. ഭൂമിയില്ലാത്ത കർഷകർ ഒരുപാട് വർദ്ധിച്ചു. ഗ്രാമങ്ങളിൽ ശക്തമായ അസംതൃപ്തിയും കർഷക കൂട്ടായ്മകളും വന്നു. കൈത്തൊഴിലാളികളുടെ ദുരവസ്ഥ. ദേശീയ രാജാക്കന്മാർക്ക് അധികാരം നഷ്ടപ്പെട്ടതോടെ കൈത്തൊഴിലാളികൾക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു. ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്ത യന്ത്രവത്കൃത വസ്തുക്കളെ പ്രോത്സാഹിപ്പിച്ചു. അതേസമയം ഇന്ത്യൻ വ്യവസായം ആധുനികമാക്കിയില്ല. ഉയർന്ന നൈപുണ്യമുള്ള കരകൗശല തൊഴിലാളികൾക്ക് തൊഴിലില്ലാതായി. വ്യാപാരികളുടെ സ്ഥിതി. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയത് ഒരു വശത്തേക്കു മാത്രമുള്ള സ്വതന്ത്ര വ്യാപാരം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടനിൽ ഉയർന്ന തീരുവ ഏർപ്പെടുത്തി. ബ്രിട്ടീഷ് സാധനങ്ങൾക്ക് ഇന്ത്യയിൽ കുറഞ്ഞ തീരുവയും. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഇന്ത്യൻ വസ്ത്ര കയറ്റുമതി തകർന്നു. പരമ്പരാഗത വ്യവസായം ക്ഷയിച്ചു. കാർഷിക മേഖലയുടെ മേലെ സമ്മർദ്ദം വർദ്ധിച്ചു. രാഷ്ട്രീയ കാരണങ്ങൾ. കമ്പനിയുടെ വിപുലീകരണ നയം ഇന്ത്യൻ രാജാക്കന്മാരിൽ ഭയം സൃഷ്ടിച്ചു. പ്രധാന നയങ്ങൾ: സബ്സിഡിയറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, എഫക്റ്റീവ് കൺട്രോൾ. പല രാജ്യങ്ങളും പിടിച്ചെടുത്തു. മുഗൾ സാമ്രാജ്യം അപമാനിക്കപ്പെട്ടു. 1856 ലോർഡ് കാനിംഗ് പ്രഖ്യാപിച്ചത്: ഭാവിയിലെ മുഗൾ അവകാശികൾ രാജപദവി ഉപേക്ഷിക്കണം, ചെങ്കോട്ട വിടണം. ഇത് വലിയ പ്രകോപനം സൃഷ്ടിച്ചു. ഭരണപരമായ കാരണങ്ങൾ. കമ്പനിയുടെ ഭരണത്തിൽ അഴിമതി ഏറെ വ്യാപകമായി. കമ്പനി ഉദ്യോഗസ്ഥർ ഇന്ത്യക്കാരിൽ നിന്നും ഭീമമായ കൈക്കൂലി ഈടാക്കി തുടങ്ങി. കമ്പനിയുടെ ഭരണരീതികൾ ഇന്ത്യക്കാർക്ക് അപരിചിതവും അന്യവുമായിരുന്നു. പോലീസ് സംവിധാനങ്ങളെയും മറ്റ് ചെറിയ ഉദ്യോഗസ്ഥരെയും കമ്പനി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗം തന്നെയായിരുന്നു. ഇന്ത്യക്കാർക്ക് ഇത് വിദേശ അധിനിവേശ ഭരണമായി തോന്നി. സാമൂഹിക മതപരമായ കാരണങ്ങൾ. ബ്രിട്ടീഷുകാരുടെ സമീപനം വംശീയ മേൽക്കോയ്മയും സാംസ്കാരിക അഹങ്കാരവും നിറഞ്ഞതായിരുന്നു. 1813 ചാർട്ടർ ആക്ട് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാൻ അനുമതി നൽകി. സ്കൂളുകളിലും ആശുപത്രികളിലും ജയിലുകളിലും അവരുടെ സാന്നിധ്യം നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ഭീതിയുണ്ടാക്കി. ചില സാമൂഹിക പരിഷ്കരണങ്ങൾ ജനങ്ങളിൽ സന്ദേഹം വളർത്തി. സതി നിരോധനം, വിധവാ വിവാഹം, വനിതാ വിദ്യാഭ്യാസം പലർക്കും മതകാര്യങ്ങളിൽ ഇടപെടലായി തോന്നി. റിലീജിയസ് ഡിസേബിലിറ്റീസ് ആക്ട് 1856. മതം മാറുന്ന ഒരാൾക്ക് അവരുടെ പാരമ്പര്യ സ്വത്ത് അവകാശപ്പെടാൻ ഈ നിയമം അനുവാദം നൽകി. ഇത് ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റുന്നതിനുള്ള നേരിട്ടുള്ള പ്രോത്സാഹനമായി കാണപ്പെട്ടു. പുറം സംഭവങ്ങളുടെ സ്വാധീനം. ബ്രിട്ടീഷ് സാമ്രാജ്യം അജേയമാണെന്നും അവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നുമുള്ള വിശ്വാസം 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഇന്ത്യൻ ജനതയ്ക്കിടയിൽ തകർന്നു തുടങ്ങി. ഇതിന് പ്രധാന കാരണം ഇന്ത്യക്ക് പുറത്തു നടന്ന ചില യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന കനത്ത തിരിച്ചടികളാണ്. ഒന്നാം അഫ്ഗാൻ യുദ്ധം 1838 മുതൽ 42 വരെ അഫ്ഗാനിസ്ഥാനിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് കനത്ത തിരിച്ചടിയും നാണക്കേടും നേരിട്ടു.
ഏതൊരു വലിയ ശക്തിയെയും തോൽപ്പിക്കാമെന്ന് ഇത് തെളിയിച്ചു. പഞ്ചാബ് യുദ്ധങ്ങൾ 1845 മുതൽ 49 വരെ സിഖ് സൈന്യത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കടുത്ത പോരാട്ടം നേരിടേണ്ടി വന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ ആത്മവിശ്വാസം കുറച്ചു. ക്രിമിയൻ യുദ്ധം 1854 മുതൽ 56 വരെ റഷ്യക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പോരായ്മകളും തളർച്ചയും ലോകമറിഞ്ഞു. അതോടെ അഫ്ഗാനികൾക്കും മറ്റും അവരെ തോൽപ്പിക്കാമെങ്കിൽ ഇന്ത്യക്കാർക്കും അത് സാധിക്കുമെന്ന ആത്മവിശ്വാസം 1857 വിപ്ലവത്തിന് വലിയ പ്രേരണയായി. ശിപായിമാരുടെ അസംതൃപ്തി. വിപ്ലവത്തിന്റെ തൽക്ഷണശക്തി. ശിപായിമാർ. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കരുത്ത് അവരുടെ തോക്കുകളിലല്ലായിരുന്നു, അത് ഇന്ത്യൻ സൈനികരിലായിരുന്നു. പക്ഷേ അതേ സൈനികരാണ് അസംതൃപ്തിയുടെ കേന്ദ്രമായി മാറിയത്. അവരുടെ പരാതികൾ വ്യക്തമായിരുന്നു. കുറഞ്ഞ ശമ്പളം, വംശീയ വിവേചനം, ഒരു യൂറോപ്യൻ സൈനികന് കൂടുതൽ ബഹുമാനം, ഒരു ഇന്ത്യൻ സൈനികന് താഴ്ന്ന സ്ഥാനം, ബാറ്റ ഇല്ലാതാക്കൽ, പ്രത്യേകിച്ച് വിദേശ സേവനത്തിനുള്ള ബാറ്റ നിർത്തലാക്കൽ, അവധിന്റെ അനക്സേഷൻ. അവധിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ശിപായിമാർക്ക് ഇത് വ്യക്തിപരമായ അപമാനമായിരുന്നു. അവരുടെ രാജാവിനെ ഇല്ലാതാക്കി, അവരുടെ മണ്ണ് പിടിച്ചെടുത്തു. അതിനൊപ്പം ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്, ഈ നിയമം പ്രകാരം സൈനികർക്ക് കടൽ കടന്ന് വിദേശത്ത് സേവനം ചെയ്യേണ്ടി വരാം. ഉയർന്ന ജാതിക്കാരായ ഹിന്ദു സൈനികർക്കിത് മതപരമായ വലിയ പ്രശ്നമായിരുന്നു. അസംതൃപ്തി ഇനി വ്യക്തിപരമല്ല, അത് കൂട്ടായ വികാരമായി മാറി. ആയിരത്തി 1857 ഇന്ത്യ മുഴുവൻ ശാന്തമാണെന്ന് തോന്നി. പക്ഷേ ആ ശാന്തതയുടെ അടിത്തട്ടിൽ 100 വർഷത്തെ അസംതൃപ്തി എരിഞ്ഞുകൊണ്ടിരുന്നു. ഭൂനികുതി, രാജ്യങ്ങൾ ആനക്സ് ചെയ്യൽ, സൈനിക വിവേചനം, മതഭയം. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ കാർട്രിഡ്ജ്. പുതിയ എൻഫീൽഡ് റൈഫിൾ എത്തി. അതിൻ്റെ കാർട്രിഡ്ജ് ഉപയോഗിക്കാൻ സൈനികർ പല്ലുകൊണ്ട് കടിച്ചു തുറക്കണം. അപ്പോൾ ഒരു വാർത്ത പരന്നു. അതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരിക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ അസ്വസ്ഥരായി. സൈനികർക്ക് തോന്നി, ഇത് നമ്മുടെ മതത്തെ തകർക്കാനുള്ള ശ്രമമാണ്. കാർട്രിഡ്ജ് വെറും ഒരു ആയുധത്തിൻ്റെ ഭാഗമല്ലായിരുന്നു, അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമായി മാറി. ബാരക്പൂർ. ആദ്യ വെടിയൊച്ച 1857 മാർച്ച് 29. ബാരക്പൂർ. ഒരു സൈനികൻ മുന്നോട്ട് വന്നു, മംഗൽ പാണ്ഡെ. അവൻ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ തന്നെ ഉണരൂ. അവൻ വെടിയുതിർത്തു, അധികാരികളെ ആക്രമിച്ചു. അത് ഒരു വ്യക്തിയുടെ കോപം മാത്രമല്ലായിരുന്നു, സൈന്യത്തിനുള്ളിൽ ഏറെക്കാലമായി ഒതുക്കിവെച്ച അസംതൃപ്തിയുടെയും അസ്വസ്ഥതയുടെയും സ്ഫോടനമായിരുന്നു. മംഗൽ പാണ്ഡെ പിടിക്കപ്പെട്ടു. ഏപ്രിൽ 8 വധിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ കരുതിയത് ഇത് ഇവിടെ തന്നെ അവസാനിക്കും. പക്ഷേ അവർക്ക് തെറ്റി. 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിച്ചു. 1857 മെയ് 9 മീററ്റ്. 85 ശിപായിമാർ കാർട്രിഡ്ജ് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. അവർക്ക് 10 വർഷം തടവ് വിധിച്ചു. അവരെ പൊതുനിരത്തിൽ അപമാനിച്ചു. അത് സൈന്യത്തിൻ്റെ അഭിമാനത്തിൽ ആഴത്തിൽ ഏറ്റ മുറിവായി മാറി. മെയ് 10 രാത്രി മീററ്റിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ശിപായികൾ ജയിലുകൾ തകർത്തു, തടവുകാരെ മോചിപ്പിച്ചു, ഇംഗ്ലീഷ് ഓഫീസർമാരെ ആക്രമിച്ചു. അവിടെ നിന്ന് ചരിത്രം തിരിഞ്ഞു. രാത്രി തന്നെ ശിപായിമാർ ഒരു തീരുമാനമെടുത്തു. അവർ ഡൽഹിയിലേക്ക് കുതിച്ചു. എന്തുകൊണ്ട് ഡൽഹി? കാരണം ഡൽഹി വെറും ഒരു നഗരം മാത്രമല്ല, അത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമാണ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ഐക്യത്തിൻ്റെ പ്രതീകം. അവർ ഡൽഹിയിൽ പ്രവേശിച്ചു. 19-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ നീക്കം നടത്തി. ബഹദൂർ ഷാ സഫർ, വിപ്ലവത്തിൻ്റെ മുഖം, മുഗൾ ചക്രവർത്തി, വയോധികൻ.
അധികാരം ഏറെയൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത ചക്രവർത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീകാത്മക ശക്തി വലിയതായിരുന്നു. ശിപായിമാർ അദ്ദേഹത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ആ നിമിഷം വിപ്ലവം ഒരു സൈനിക കലാപമല്ലാതായി. അത് ഒരു രാഷ്ട്രീയ സമരമായി മാറി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് മുദ്രാവാക്യം മുഴക്കി. ബ്രിട്ടീഷുകാർക്ക് ഇനി നേരിടേണ്ടത് ചില സൈനികരെയല്ല, ഒന്നിച്ചു നിന്ന വലിയൊരു ജനസമൂഹത്തെ, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മരോഷത്തെ. ഡൽഹിയിൽ നിന്നും വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും കലാപം വ്യാപിച്ചു. ഓരോ നഗരവും ഒരു യുദ്ധഭൂമിയായി മാറി. ഓരോ പ്രദേശത്തും ഒരു നേതാവ് ഉദയം ചെയ്തു. ഡൽഹി, മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം. അവിടെ വിപ്ലവത്തിന് യഥാർത്ഥ സൈനിക നേതൃത്വം നൽകിയത് ബഖ്ത് ഖാൻ. അദ്ദേഹം വെറും സൈനികൻ മാത്രമല്ലായിരുന്നു, മറിച്ച് കലാപത്തെ സംഘടിത പ്രതിരോധമാക്കി മാറ്റാൻ ശ്രമിച്ച യോദ്ധാവ്. ഡൽഹി വിപ്ലവത്തിൻ്റെ പ്രധാന ധമനിയായി. കാൺപൂരിൽ പെഷ്വായുടെ അവകാശി നാനാ സാഹേബ് മുന്നോട്ട് വന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ അവകാശം നിഷേധിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം തൻ്റെ നഷ്ടപ്പെട്ട ബഹുമതി തിരികെ പിടിക്കാൻ വാളുയർത്തി. കാൺപൂർ ബ്രിട്ടീഷ് ശക്തിക്ക് വലിയ വെല്ലുവിളിയായി. ലക്നൌവിൽ മുന്നോട്ട് വന്നത് ഒരു സ്ത്രീയായിരുന്നു, ബേഗം ഹസ്രത്ത് മഹൽ. അവർ തൻ്റെ മകനെ നവാബായി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷിനെതിരെ അവർ ഒരു ഭരണകൂടം തന്നെ രൂപീകരിച്ചു. ലക്നൗ സ്ത്രീശക്തിയുടെ പ്രതീകമായി മാറി. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിൽ ഒന്ന് ഉയർന്നു വന്നത് ഝാൻസിയിൽ നിന്നായിരുന്നു. റാണി ലക്ഷ്മിബായി, എൻ്റെ ഝാൻസി ഞാൻ കൊടുക്കില്ല. അവൾ കുതിരപ്പുറത്ത് കയറി യുദ്ധഭൂമിയിൽ നേരിട്ട് പോരാടി. ബ്രിട്ടീഷ് സൈനികരും സമ്മതിച്ചു. ഹിയർ ലേ ദി ഓൺലി മാൻ അമംഗ് ദ റെബൽസ്. ഝാൻസി ധൈര്യത്തിൻ്റെ പ്രതീകമായി മാറി. ബീഹാറിൽ 70 വയസ്സു പിന്നിട്ട ഒരു യോദ്ധാവ് കുൻവർ സിംഗ് മുന്നോട്ട് വന്നു. വയസ്സിനെ അവഗണിച്ച് അദ്ദേഹം വാളെടുത്തു. അദ്ദേഹത്തിൻ്റെ പോരാട്ടം പ്രായമല്ല, ആത്മാഭിമാനമാണ് നിർണായകമെന്ന് തെളിയിച്ചു. ബരേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ 40,000 സൈനികരെ ഒരുമിപ്പിച്ചു. അദ്ദേഹം ശക്തമായി പ്രതിരോധിച്ചു. റോഹിൽഖണ്ഡ് വിപ്ലവത്തിൻ്റെ മറ്റൊരു ശക്തികേന്ദ്രമായി. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള മതപ്രഭാഷകനിൽ നിന്നും ഒരു യുദ്ധനേതാവായി ഉയർന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജനങ്ങളെ പ്രചോദിപ്പിച്ചു. അവസാനം ബാഗ്ബത്ത്, ഒരു സാധാരണ ഗ്രാമനേതാവ്. ഷാമാൽ 84 ഗ്രാമങ്ങളെ ഒരുമിപ്പിച്ചു. അദ്ദേഹം പാലങ്ങൾ തകർത്തു, റോഡുകൾ പൊളിച്ചു, ബ്രിട്ടീഷുകാരുടെ ആശയവിനിമയ ബന്ധം വിച്ഛേദിച്ചു. അവിടെ ജനങ്ങൾക്ക് തോന്നി ഇംഗ്ലീഷ് ഭരണം അവസാനിച്ചു. വിപ്ലവം പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? ഇത് ധൈര്യത്തിൻ്റെ കഥയായിരുന്നു, പക്ഷേ വിജയത്തിൻ്റെ കഥയല്ല. പരിമിതമായ വ്യാപനം. വിപ്ലവം വടക്കേ ഇന്ത്യയിൽ പടർന്നു. എന്നാൽ തെക്കും കിഴക്കും കൂടുതൽ ഭാഗങ്ങളും ശാന്തമായി തന്നെ നിന്നു. ഒരു രാജ്യവ്യാപക വിപ്ലവമാക്കാൻ സാധിച്ചില്ല. എല്ലാ വിഭാഗങ്ങളും പങ്കാളികളായില്ല. കർഷകരും സൈനികരും പല പ്രദേശങ്ങളിലും ഒന്നിച്ചു നിന്നു. എന്നാൽ എല്ലാ രാജാക്കന്മാരും ചേർന്നില്ല. ചില പ്രഭുക്കൾ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. ചില സമ്പന്നർ സ്വന്തം താൽപ്പര്യം മാത്രം സംരക്ഷിച്ചു. ഒരുമയുടെ ശക്തി പൂർണ്ണമായി രൂപപ്പെട്ടിരുന്നില്ല. ആയുധങ്ങളിൽ പിന്നാക്കം. ഒരു വശത്ത് വാൾ, കുന്തം, പഴയ തോക്കുകൾ. മറ്റൊരു വശത്ത് എൻഫീൽഡ് റൈഫിളുകൾ, ആധുനിക പീരങ്കികൾ. ടെലഗ്രാഫ്. ധൈര്യമുണ്ടായിരുന്നു, പക്ഷേ സാങ്കേതിക ശക്തി കുറവായിരുന്നു. ഏകോപിത നേതൃത്വം ഇല്ല. ഡൽഹിയിൽ ബഖ്ത് ഖാൻ, കാൺപൂരിൽ നാനാ സാഹേബ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ധൈര്യവാന്മാർ, പക്ഷെ ഒരു കേന്ദ്ര കമാൻഡ് ഇല്ല. ഏകീകൃതമായ ഒരു യുദ്ധതന്ത്രമില്ല.
അങ്ങിങ്ങായി നടന്ന ചില വിപ്ലവങ്ങളല്ലാതെ അതൊരു ദേശീയ യുദ്ധമുന്നണിയായി വളർന്നില്ല. വ്യക്തമായ ആശയധാരയില്ല. ഇതാണ് ഏറ്റവും നിർണായക പ്രശ്നം. അവർക്ക് കോപം, അസംതൃപ്തി, അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഏകീകൃത ദേശീയ ലക്ഷ്യമില്ല. ആധുനിക ദേശീയത ഇനിയും ജനിച്ചിരുന്നില്ല. ഇന്ത്യ എന്ന ഒരൊറ്റ രാഷ്ട്രീയ ചിന്ത രൂപപ്പെടാൻ സമയമായിരുന്നില്ല. വിപ്ലവത്തിന്റെ സ്വഭാവം. ഈ വിപ്ലവം എന്തായിരുന്നു? വെറും ഒരു ശിപായി കലാപമോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരമോ? ഈ ചോദ്യം ചരിത്രകാരന്മാരെ പോലും രണ്ടായി വിഭജിച്ചു. ഒരു വശത്ത് ബ്രിട്ടീഷ് ചരിത്രകാരൻ സർ ജോൺ സീലി പറഞ്ഞത് ഇതൊരു സ്വാർത്ഥ ശിപായി കലാപം മാത്രമാണ്. അവരെ സംബന്ധിച്ച് ഇത് ദേശീയ ലക്ഷ്യമില്ലാത്ത വെറും സൈനിക കലാപം മാത്രമായിരുന്നു. പക്ഷേ ഇന്ത്യൻ ദേശീയവാദ ചരിത്രകാരൻ വി.ഡി. സവർക്കർ തന്റെ ഗ്രന്ഥത്തിൽ ഈ കലാപത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ ഒരു ദേശീയ സമരമായിരുന്നു. എന്നാൽ ചരിത്രകാരൻ ആർ.സി. മജുംദാർ സൂക്ഷ്മമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല. കാരണം ഇന്ത്യയുടെ വലിയ ഭാഗങ്ങൾ ഈ വിപ്ലവത്തിൽ പങ്കെടുത്തില്ല. അതേസമയം എസ്.എൻ. സെൻ അഭിപ്രായപ്പെട്ടു, ഇത് മതപരമായ കാരണങ്ങളിൽ തുടങ്ങി, പക്ഷേ ഒരു രാഷ്ട്രീയ സമരമായി അവസാനിച്ചു. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ഈ വിപ്ലവത്തെ നോക്കിക്കണ്ടത് സൈനികരും കർഷകരും ചേർന്ന ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായിട്ടാണ്. എങ്കിൽ സത്യമെന്താണ്? 1857 പൂർണ്ണ ദേശീയ സമരമായിരുന്നില്ല. ഒരു ഏകീകൃത ഇന്ത്യൻ രാഷ്ട്രം എന്ന ചിന്ത ഇനിയും പൂർണ്ണമായി രൂപപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇത് വെറും സൈനിക കലാപമല്ല. ഇത് ആദ്യമായി ഇന്ത്യയിൽ വിവിധ സമൂഹങ്ങൾ ഒരു വിദേശ ഭരണത്തിനെതിരെ ഒരുമിച്ച് എഴുന്നേറ്റ നിമിഷമായിരുന്നു. 1857 ദേശീയതയുടെ സമ്പൂർണ്ണ പ്രകടനമല്ല, പക്ഷേ ദേശീയതയുടെ വിത്ത് ഇവിടെ വിതച്ചു. ആ വിത്തിൽ നിന്നാണ് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വളർന്നത്. ഈ വിപ്ലവത്തിന്റെ ഫലം എന്തായിരുന്നു? വിപ്ലവത്തിന് ശേഷം വലിയ മാറ്റങ്ങളുണ്ടായി. 1. കമ്പനി ഭരണം അവസാനിച്ചു. 2. ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഭരിച്ചു. 3. ക്വീൻസ് പ്രോക്ലമേഷൻ. 4. സൈന്യം പുനഃസംഘടിപ്പിച്ചു. 5. ഡിവൈഡ് ആൻഡ് റൂൾ ശക്തമായി. 6. ദേശീയതയുടെ വിത്ത് വിതറി. സമാപനം. അതുകൊണ്ട് 1857 വിപ്ലവം വെറും ഒരു ശിപായി കലാപമല്ല, ഒരു ശക്തമായ സാമ്രാജ്യത്തോടുള്ള തുറന്ന വെല്ലുവിളിയായിരുന്നു. മഹത്തായ യുദ്ധം തന്നെയായിരുന്നു. എന്നാൽ ആ യുദ്ധം വിജയിച്ചില്ല. പക്ഷേ ഒരു ചോദ്യം ഉയർത്തി. ഇന്ത്യ ആരുടേതാണ്? ആ ചോദ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീപം തെളിഞ്ഞത്. 1857 ഒരു അവസാനമല്ലായിരുന്നു, മറിച്ച് ഒരു തുടക്കമായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഡിക്കോഡ് UPSC സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.